പുഴ കാണാൻ നല്ല രസമാണ്. പാലത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാവുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരാൾ അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് കാത്ത് അങ്ങോട്ട് കടക്കാൻ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു, ഒരു കാലഘട്ടമായിരുന്നു ശ്രീധരി പാലത്തിൽ. മണലിപ്പുഴയുടെ കുറുകെ നടത്തറ പാണഞ്ചേരി പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പാലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുൻസ്ഥിതി എന്ന് പറയുന്നത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. വണ്ടികൾക്ക് യാത്രകൾ പോലും ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അതിക്ക് മുമ്പ് വന്ന MLA ഒക്കെ വന്ന് ഞാൻ പാലം പണിത് തരാം എന്ന് പറഞ്ഞിട്ട് തന്നില്ല. ഇവിടെ വന്നപ്പോൾ ആളുകൾ മുഴുവൻ ഭീതിയായിരുന്നു. 10 വർഷക്കാലം മുമ്പ് വരെ ആ പാലത്തിൻ്റെ ഭീതിയിൽ ആളുകളുടെ വാഹനയാത്ര മാത്രമല്ല വഴി നടക്കാൻ കൂടി പേടിയുണ്ടായിരുന്ന ഒരിടം ഇന്ന് അതിമനോഹരമായി അലങ്കരിച്ച ഒരു പാലവും റോഡുമായി മാറിക്കഴിഞ്ഞു. പാലമില്ലെങ്കിൽ പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരു ഏകദേശം 6 കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞിട്ട് വേണം ജനങ്ങൾക്ക് പോകണം. അതിനുശേഷം 2016 K. രാജൻ MLA ആയതിനു ശേഷം മാത്രമാണ് ഇതിൻ്റെ റോഡ് ഉണ്ടാക്കാനും ഇതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കിയത്. 30 മീറ്റർ നീളത്തിൽ 11.5 മീറ്റർ വീതിയിൽ ഒരു പാലം മാത്രമല്ല, ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ചവറാമ്പാടം മുതൽ കൂട്ടാല വരെ BMBC ചെയ്ത് റിഫ്ലക്ടറും സൂചനാ ബോർഡുകളും എല്ലാം കൂട്ടിച്ചേർത്ത് 10.5 കോടി രൂപയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കിഫ്ബി നമ്മുടെ നാടിന് സമ്മാനിച്ച അതിമനോഹരമായ ഒരു കാഴ്ച. ഇതിൻ്റെ ആകാശ കാഴ്ചകൾ കണ്ടാൽ നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ച് അഭിമാനം തോന്നും. ഇന്ന് ആ ശ്രീധരി പാലം ഹൈടെക് മാതൃകയിൽ വളരെ 2 പഞ്ചായത്തിനെ ബന്ധിക്കാവുന്ന തരത്തിൽ നല്ല രീതിയിൽ പണി തീർക്കാൻ നമുക്ക് സാധിച്ചത് LDF സർക്കാരിൻ്റെ 10 വർഷത്തെ തുടർഭരണം തന്നെയാണ്. കൂട്ടാല എന്ന പ്രദേശം, ചവറമ്പാട് എന്ന പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ആണിക്കല്ലായി ഈ ശ്രീധരി പാലമായി മാറി. നടത്തറ പഞ്ചായത്ത് നമ്മളൊരു ബന്ധം പറയാൻ തന്നെ കാരണം ഈ ഒരു പാലം തന്നെയാണ്. ഈ പാലം ഇവിടെ വരുന്നതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് നമ്മുടെ റവന്യൂ മിനിസ്റ്ററായിട്ടുള്ള K. രാജനാണ്. ഇപ്രകാരം ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചപ്പോൾ അത് നാടിനോട് ചേർന്ന് താമസിക്കുന്നയാളെന്ന നിലയിൽ അതിയായ സന്തോഷം ഇത്തരണത്തിൽ രേഖപ്പെടുത്തുവാൻ ഈ സമയം വിനിയോഗിക്കുന്നു. ശ്രീധരി പാലത്തിൻ്റെ നിർമ്മാണത്തിന് പണം നൽകിയ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനോട് ഹൃദയം തൊട്ട നന്ദി.